ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിഷ. എല്ലാവർക്കും നിഷ എജു ബേക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓവനോ ബീറ്ററോ എഗ്ഗോ ഒന്നും വേണ്ട. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് പ്ലെയിൻ യോഗട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് നന്നായിട്ടൊരു വിസ്ക് വെച്ച് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിനെ 1 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതേ 1 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ബബിളി ആയിട്ട് പൊങ്ങി വന്നിരിക്കുന്നത് കാണാം. ഇതിലേക്ക് നമുക്കിനി വേണ്ടത്, ഞാനിവിടെ ഒരു 1/4 കപ്പ് മിൽക്കിലേക്ക് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്കതൊന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായ ഒരു 1/4 കപ്പ് ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്ത് ഒരു വിസ്ക് വെച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് റെഡിയായി കൂട്ടി യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു അരിപ്പ വെച്ച് ഒന്ന് സിഫ്റ്റ് ചെയ്ത് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പ്ലെയിൻ ഫ്ലോർ ആണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 കപ്പ് കൊക്കോ പൗഡർ. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് അരിച്ച് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു വിസ്ക് വെച്ച് നമുക്ക് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച്, കട്ടകളൊന്നുമില്ലാതെ കൂട്ടി യോജിപ്പിച്ചെടുക്കാം. എൻ്റെ ബാറ്റർ ഇവിടെ ഏകദേശം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനിനി ഇതിനെ ഒരു 5 ഇഞ്ചിൻ്റെ റൗണ്ട് ബേക്കിംഗ് പാനാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. അത് ഓൾറെഡി ഗ്രീസ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഈ ബാറ്റർ മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ഓവനിലല്ല ഞാനിത് ബേക്ക് ചെയ്യുന്നത്. സ്റ്റൗവിൽ ഒരു പാത്രം വെച്ച് ഒരു 5 മിനിറ്റായിട്ട് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിൻ്റെ അകത്തൊരു റിങ്ങൊക്കെ ഇറക്കി വെച്ചിട്ട് ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഈ ബാറ്ററെല്ലാം നമുക്ക് ഈ പാനിലിട്ട് നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ട്രാപ്പായിട്ടുള്ള എല്ലാ എയറെല്ലാം കളയണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബാംബു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് പാസ് ചെയ്ത് ഇതിൻ്റെ എയറെല്ലാം ട്രാപ്പായ എയറെല്ലാം ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്നും കൂടെ ടാപ്പ് ചെയ്ത് ഇതേ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്, കണ്ടില്ലേ? ഇത് ഓൾറെഡി ചൂടാക്കാൻ വെച്ചിട്ട് 5 മിനിറ്റ് ആയായിരുന്നു. നല്ല ചൂടുണ്ട്. ഇനി ഈ റിങ്ങിൻ്റെ മുകളിലേക്ക് നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതൊരു 35 to 40 മിനിറ്റ്സ് വരെ നമുക്കിതിൽ വെച്ച് വേവിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ കേക്ക് റെഡി ആവുള്ളൂ. ഒരു 35 മിനിറ്റ്സ് കഴിഞ്ഞൊന്ന് ചെക്ക് ചെയ്യാം. ഇടയ്ക്ക് റെഡി ആയിട്ടില്ലെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ്സും കൂടി കൂടുതൽ വെച്ച് കൊടുക്കാം. 35 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ കേക്ക് ഇവിടെ റെഡി ആയില്ല. ഞാനൊരു 5 മിനിറ്റ്സും കൂടെ വെച്ചു. 5 മിനിറ്റ്സ് കൂടെ കഴിഞ്ഞ് ടോട്ടൽ 40 മിനിറ്റ്സ് എടുത്തു. ഇത് കണ്ടിട്ട് ഇത് ബേക്ക്ഡ് ആയിട്ട് പോലെയുണ്ട്. എന്നാലും നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഒരു ബാംബു സ്റ്റിക്ക് വെച്ച് നോക്കാം. കണ്ടില്ലേ, ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനർത്ഥം ഇത് നന്നായിട്ട് ഇവിടെ കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എടുത്ത് മാറ്റിയിട്ട് തണുക്കാനായിട്ട് മാറ്റാം. ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിതിനെ ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ എളുപ്പമാണ്. ഇത് ആർക്കും ഉണ്ടാക്കാം. ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, ഇത് നല്ല സോഫ്റ്റായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാനിതിവിടെ ഇന്ന് മുറിച്ച് കാണിക്കുന്നില്ല, കാരണം ഞാനിത് എൻ്റെ ഗോഡ് സണ്ണിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കേക്കാണ്. അപ്പോൾ എനിക്കിത് ഐസിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ട് ഇവിടെ ഇത് മുറിച്ച് കാണിക്കാനൊന്നും സാധിക്കില്ല. പക്ഷെ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. കണ്ടില്ലേ, ഞാനിത് ഐസിങ് എല്ലാം ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.